Good morning, students. So last class we were discussing about the chapter metrics. Metrics le nammal addition of matrix subtraction of matrix parnu. Hope you understood. Endha onnum cheyanilla adadu position ulla numbers thammil endu cheya add cheyam subtract cheyam. Next one is multiplication of a matrix by a scalar. അപ്പം ഇതിൽ ഞാൻ ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോലെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിസസ് വരുമ്പം കുറച്ചൊരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പം ഈ ക്ലാസ് മുതൽ നല്ലോണം ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ഫെർദർ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കമ്മിങ് ടു ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. ഒരു സ്കേലാർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ നമ്പറിന്, ഒരു പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, ഒരു നമ്പറിനെയാണ് നമ്മൾ ഒരു സ്കേലാർ നമ്പർ എന്ന് പറയാം. അപ്പം ഒരു മെട്രിക്സിന് ഒരു സ്കേലാർ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് എ എന്നുള്ള ഒരു മെട്രിക്സ് ആണ്. അതിന് കെ എന്നുള്ള, നോർമലി സ്കേലാസിന് നമ്മൾ കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ കെ എന്നുള്ള ഒരു മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ഇൻറ്റു കെ ആയിരിക്കും അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ ചെയ്തുതരാം. എ എന്നാവണമെന്നില്ല കേട്ടോ, ഏത് ലെറ്ററും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എ എന്നുള്ളൊരു മെട്രിക്സ് എടുക്കാണ്. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 ഒരു മെട്രിക്സ് തന്നു. നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് 5a. 5a എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 5 ആണ് എന്ത്? ദ സ്കേലാർ k. ഇവിടെ സ്കേലാർ k എന്താണ്? 5 ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 5a കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതൊരു നമ്പർ ആവട്ടെ ആ നമ്പർ ഇൻറ്റു എ. അപ്പൊ തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 5a കാണാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ദ മെട്രിക്സ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കേലാർ. എങ്ങനെയാ ചെയ്യാ? ദ സ്കേലാർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഈച്ച് എലമെന്റ് ഇൻ ദ മെട്രിക്സ്. ഉള്ളിലുള്ള ഓരോ എലമെന്റിനെ കൊണ്ടും എന്ത് ചെയ്യണം? ആ ഒരു സ്കേലാറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അറിയാത്തവർക്കൊന്നും ഞാനിവിടെ എഴുതി തരാം. 5 into 1 5 into 2 5 into 3. ഇവിടെ 5 into 4 5 into 5 5 into 6. ഇവിടെ ഏത് നമ്പർ ആണുള്ളത് ആ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. Again 5 into 7 5 into 8 5 into 9. So we could directly find by multiplying this scalar, that is 5 into 1 5 5 2s are 10 5 3s are 15 5 4s are 20 5 5s are 25 5 6 5s are 30 7 5s are 35 8 5s are 40 9 5s are 45. So this is the answer for 5a. From 5a ഒരു സ്കേലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് സ്കേലാർ ആണോ നമുക്ക് തന്നിട്ടുള്ളത് ആ സ്കേലാറിന് ഉള്ളിലത്തെ ഓരോ നമ്പേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? ദിസ് ഈസ് ഹൗ വി മൾട്ടിപ്ലൈ എ സ്കേലാർ ബൈ എ മെട്രിക്സ്. ഓക്കെ സ്റ്റുഡൻസ്, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അതായത് ഇഫ് എ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ്, ബി ഈസ് ഈക്വൽ ടു അനദർ മെട്രിക്സ്, ഫൈൻഡ് 2a minus 3b. അതായത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സസും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാറും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് കൂടുതലും ചോദിക്കാം. അപ്പൊ സംഭവം ഈസിയാണ് അല്ലെ? രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ രണ്ടും അപ്ലൈ ചെയ്യുക എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് കാണാനുള്ളത് 2a minus 3b ആണ്. ഇപ്പൊ ചിലവർക്ക് ഈ 2a minus 3b ഒരൊറ്റ ഒന്നോ രണ്ടോ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പം അറിയാത്തവര് അല്ലെങ്കിൽ മെയിൻലി ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ മാത്സിൽ സ്റ്റെപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാർക്സ് കൂടുമല്ലോ കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് ആൻസർ മാത്രം മേ ബി നിങ്ങൾ തനിയെ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്താലും സ്റ്റെപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ there is a chance to മാർക്ക് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാം. ഒന്നുമില്ല, 2a minus 3b ആണ് കാണേണ്ടത്. എയും ബിയും നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ എന്താണ് ഫസ്റ്റ് കാണേണ്ടത്? 2a. 2a എന്ന് പറഞ്ഞാല് ഫുള്ള് എഴുതേണ്ട ആവശ്യമില്ല. ഇനി മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ കാണണം എന്താണ് 2a എന്താണ് 3b എന്നുള്ളത്. ജസ്റ്റ് ഇങ്ങനെ സ്റ്റെപ്പിൽ കാണണം കേട്ടോ. അപ്പൊ വാട്ട് ഇസ് 2a? 2 into a, 2 into this matrix. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തോളൂ. 2 into 2 4 2 into 3 6 2 into 1 2 2 into 0 0 2 into minus 1 minus 2 2 into 5 10. എന്ത് കിട്ടി? 2a കിട്ടിയില്ലേ?
ഇനി എന്താ നമുക്ക് കാണാനുള്ളത്? 2a മൈനസ് 3b ആണ്. അപ്പൊ മൈനസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തും കൂടെ കാണണം? 3b കാണണം. വാട്ട് ഈസ് 3b? 3 ഇൻറ്റു മാട്രിക്സ് ബി. അതായത് 3 എന്നുള്ള സ്കെയിലാറിനെ മാട്രിക്സ് ബിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? We are multiplying the scalar 3 by each element of the matrix B. So we calculate 3 into 1, 3, 3 into 2, 6, 3 into minus 1, 3, minus 3, 3 into 0, 0, 3 into minus 1, again minus 3, 3 into 3, 9. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് 2a minus 3b കാണാം. That is, അത് ഉള്ളിൽ എഴുതണമെന്നില്ല, അതിന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മെട്രിക്സിൽ നിന്നും ഈ മെട്രിക്സ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെന്റും സെക്കൻഡ് ഇതിലുള്ള ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെന്റും തമ്മിലാണ് മൈനസ് ചെയ്യേണ്ടത്. പൊസിഷൻ മാറിപ്പോയത് കേട്ടോ. 4 minus 3, 1, 6 minus 6, 0, 2 minus minus 3 വരും. 2 minus minus 3. സംശയമുള്ള ഒരു സൈഡിൽ എഴുതി നോക്കാം കേട്ടോ. അപ്പം 2 plus 3 ആവും. That is equal to 5. Again 0 minus 0, 0, minus 2 minus minus 3. എന്ന് പറഞ്ഞാൽ എന്താ? minus 2 plus 3. That is equal to plus 1. Again 10 minus 9 is equal to 1. So this is the answer. You could do the question in 3 steps. അപ്പം മൊത്തം മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഇങ്ങനെ കാണണം. What is 2a, what is 3b, what is 2a minus 3b. So this is the answer for the question. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനെ വരുമ്പം നമ്മൾ ബോർഡ് മാസ് യൂസ് ചെയ്യാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം പ്രിഫറൻസ് ബ്രാക്കറ്റിന് കൊടുക്കുക, പിന്നെ മൾട്ടിപ്ലിക്കേഷന് കൊടുക്കുക, പിന്നെ അഡീഷന്, പിന്നെ സബ്ട്രാക്ഷന്. ആ പാറ്റേണിൽ തന്നെ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ആണുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. So this is another question of the same pattern, that is given 3 matrices A, B, C. മൂന്നും 3/3 matrix ആണ് തന്നിട്ടുള്ളത്. You have to determine 4 into 7a minus 2b minus 3c. അപ്പൊ ചിലപ്പോൾ കുറച്ചും കൂടെ വലിയ എന്താ പറയാ ഇക്വേഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവും. അപ്പൊ ഇക്വേഷൻ വലുതാന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല, സെയിം പാറ്റേൺ തന്നെയാണ്. ഇപ്പൊ 1 by 1 സോൾവ് ചെയ്താൽ ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ ടു സോൾവ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് സോൾവ് ചെയ്യണം അല്ലെ. അപ്പൊ ബ്രാക്കറ്റിന്റെ അകത്ത് ആദ്യം ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, മൊത്തം ഇക്വേഷനിൽ ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് സോൾവ് ചെയ്യാം. അകത്ത് തന്നെ നമ്മൾ ആദ്യം എന്തിന് പ്രിഫറൻസ് കൊടുക്കണം? മൾട്ടിപ്ലിക്കേഷന് കൊടുക്കണം അല്ലെ. അപ്പൊ ആദ്യം ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തി വെക്കാം, എന്നാ ബാക്കിയുള്ളത് ഈസി ആയില്ലേ. 7a എന്ന് പറഞ്ഞാൽ എന്താ? 7 into this matrix A. അപ്പം ഈ ഒരു മെട്രിക്സിന്റെ ഓരോ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? 7നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞോളൂ. 7 2s are 14. 7 2s are 14. Again 7 2s are 14. ഇവിടെയും 7 2s are 14. 7 into 1 7. 7 into minus 3. 7 3s are 21. അപ്പൊ എന്ത് ചെയ്യും? 7 into minus 3 എന്ന് പറയുമ്പോൾ minus 21 വരും. Again into 7 0. 7 into 4 28. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7a കിട്ടി. നമ്മൾ അത് അവിടെ വെച്ചു. ഇനി നമുക്ക് 2b കാണണം. എന്താണ് 2b? What is 2b? 2 into b. 3 2s are 6. 3 2s are 6. 3 2s are again 6. Again 6 0. 5 into 2 10. Again 6 into 2 12. 9 into 2 18. 2 into minus 1 minus 2. ഇപ്പൊ 2b യും കിട്ടി. ഇനി എന്താണ്? 3c ആണ് കിട്ടാനുള്ളത്. എന്താണ് 3c? 3c means 3 into c. അപ്പൊ 3 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 into 4 12. 3 into 4 12. 3 into 4 12. Again 3 into 5. 5 3s are 15. Minus 1 into 3 minus 3. 0 into 3 0. 2 into 3 6. 3 into 3 9. 1 into 3 3. അപ്പൊ എന്ത് ചെയ്തു? 7a കിട്ടി, 2b കിട്ടി, 3c കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? 7a minus 2b minus 3c കാണാം അല്ലെ. ഒന്നുകിൽ നിങ്ങൾക്ക് 7a minus 2b കാണാം, ആ ഗിവൺ മെട്രിക്സിനെ 3c നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചും ചെയ്യാം. ഒരുമിച്ച് ചെയ്തൂടെ? പ്ലസ് മൈനസ് ഒക്കെ പിന്നെ വലിയ പ്രശ്നമല്ല അല്ലെ. അപ്പൊ 14 മൈനസ് 6 മൈനസ് 12 വരും. ഇതൊന്ന് ചെയ്ത് നോക്കാം. 14 എഴുതാൻ നിർബന്ധമില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എഴുതുകയും ചെയ്തോളൂ കേട്ടോ. അപ്പം ഡയറക്റ്റ് ആണ് ഞാൻ ഓരോന്നിന്റെയും ഫസ്റ്റത്തെ നമ്പർ ആണ് മൈനസ് ചെയ്യുന്നത്. 14 മൈനസ് 6 എന്ത് വരും? 14 മൈനസ് 6 is equal to 8 വരും. 8 മൈനസ് 12 ഇപ്പൊ എന്ത് വരും? 8 മൈനസ് 12 is equal to മൈനസ് 4. 14 മൈനസ് 6 again equal to 8 വരും. 8 മൈനസ് 12 എന്ത് വരും? again മൈനസ് 4. 14 minus 6 is equal to 8. 8 minus 12 is equal to minus 4. Again 14 minus 6 is equal to 8. 8 minus 15. 8 minus 15 എന്ന് പറയുമ്പോൾ minus 7. 7 minus 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 7 തന്നെയാണ്. 7 minus 3 എന്ന് പറയുമ്പോൾ എന്താ വരിക? 7 മൈനസ് മൈനസ് 3 ആണ്. അപ്പം 7 പ്ലസ് 3 വരും അല്ലെ. 7 പ്ലസ് 3 ഈക്വൽ ടു 10. കൺഫ്യൂഷൻ ഉള്ളവർ ഒന്ന് എഴുതാട്ടോ. മൈനസ് 21 മൈനസ് 10. മൈനസ് 21 മൈനസ് 10 എന്ന് പറയുമ്പോൾ മൈനസ് 31 വരും. മൈനസ് 31 മൈനസ് 0 എന്തുതന്നെയാണ്? മൈനസ് 31. അപ്പം സെക്കൻഡ് റോ കഴിഞ്ഞു. ഈ തേർഡ് റോ. അപ്പൊ തേർഡ് റോ നോക്കാം. 7 മൈനസ് 12. 7 മൈനസ് 12 എന്താണ്? 3 പ്ലസ് 2 5. 7 minus 12 is equal to minus 5. Minus 5 minus 6 is equal to minus 11. Again 0 minus 18 എന്ന് പറഞ്ഞാൽ minus 18 തന്നെയാണ്. minus 18 minus 9 എന്ന് പറഞ്ഞാൽ minus 27. 28 minus 2 എന്ന് പറഞ്ഞാൽ 28 minus 2 എന്ന് പറഞ്ഞാൽ 28 plus 2 that is equal to 30. 30 minus 3 is equal to 27. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7a minus 2b minus 3c നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. ഇത് ഡയറക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടാവും. ഈസിയാണ്. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതാം കേട്ടോ. ആദ്യം 7a minus 2b ചെയ്യാം, അതേ minus 3c ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് മൊത്തം ചെയ്തു. ഇനി 4 into 7a minus 2b minus 3c ചെയ്യണം. That is ഈ തന്നിട്ടുള്ള സാധനം into 4 ചെയ്യണം. That means this matrix should be multiplied by the scalar 4. എന്ന് പറഞ്ഞു നോക്കൂ. 4 into minus 4 minus 16. 4 into minus 4 minus 16. 4 into minus 4 minus 16. ഇനി 4 into 7 എന്ത് വരും? minus 28. 4 into 10 is equal to 40. 4 into minus 31 എന്ത് വരും? 4 1s are 4, 4 3s are 12. minus 124. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. minus 124 വരും. again 4 into minus 11 എന്ന് പറഞ്ഞാൽ minus 44 വരും. 4 into minus 27 എത്ര വരിക? 7 4s are 28. 4 2s are 8 9 10. minus 108 വരും. 4 into 27 എന്ത് വരും? again 108 വരും. So this is the final answer. ഒന്ന് 4നെ ഈ മെട്രിക്സിന്റെ അകത്തുള്ള ഓരോ എലമെന്റ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. അപ്പൊ എത്ര വലുത് തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെക്ക് ഇഫ് ദർ ഈസ് എനി ബ്രാക്കറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തത് മൊത്തം സോൾവ് ചെയ്തതിനു ശേഷം മാത്രം പുറത്തതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4 into ആദ്യം നമ്മൾ 7a ചെയ്തു, പിന്നെ 2b ചെയ്തു, പിന്നെ 3c ചെയ്തു. Then we have found 7a minus 2b minus 3c. Then we have multiplied this by the scalar 4 and we have got the final answer as this. ഒന്ന് ചെക്ക് ചെയ്യാട്ടോ. ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ബാക്കി തനിയെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. So students, now we'll have to see what is multiplication of two matrices.
അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു മെട്രിക്സിനെ ഒരൊറ്റ സിംഗിൾ സ്കേലാർ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. Now we are going to see how we could multiply two matrices. This is very very important because ഇത് അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയുള്ള ക്ലാസ്സസ് ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മെട്രിക്സിൽ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫെർദർ മുന്നോട്ട് പോകാൻ തന്നെ പറ്റില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യാനുണ്ട്. അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അറിയാത്തവർക്ക്, അറിയുന്നവർക്ക് ഒന്നുമില്ല. ഇത് നമ്മൾ നോർമലി മെട്രിക്സ് എങ്ങനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക, ആ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ത്രൂ ഔട്ട്, ഇനി ബാക്കി എല്ലാതും നമ്മൾ പറയുമ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം. അപ്പൊ ആദ്യം നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ടല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് എ, ദാറ്റ് ഈസ് A11, A12, A13. ഇത് നമ്മൾ ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് എ മെട്രിക്സ് ആണ്. A11 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലുള്ള ഫസ്റ്റ് എലിമെന്റിനെയാണ്. അതിന്റെ പൊസിഷന്റെ നമ്പർ ആണ് A11. A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, again ഫസ്റ്റ് റോ തേർഡ് കോളം. അങ്ങനെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ A11, A12, A13 അങ്ങനെയുള്ള ഒരു മെട്രിക്സും. അതേപോലെ വേറെ മെട്രിക്സ് വന്നിട്ടുണ്ട് B11, B12, B13. എയും ബിയും കൊടുത്തുന്നേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് നമ്പേഴ്സ് ആയിരിക്കും വരിക. അപ്പം ഇത് വെച്ചിട്ട് ജനറൽ കേസ് ഒന്ന് നാം പറഞ്ഞുതരാം. രണ്ട് മെട്രിക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു മെട്രിക്സസ് ഷുഡ് ബി ഓഫ് ദ സെയിം ഓർഡർ. രണ്ടും സെയിം ഓർഡർ ആയിരിക്കണം. ഇതെന്താണ്? 3 റോസും 3 കോളംസും ഒരു 3x3 മെട്രിക്സ് ആണ് അല്ലെ. ഇതും എന്ത് തന്നെയാണ്? ഒരു 3x3 മെട്രിക്സ് തന്നെയാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, before multiplying two matrices we have to make sure that these two matrices are of the same order. അപ്പം സെയിം ഓർഡർ ആണ്. ഇനി എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ് അല്ലെ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? എ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. എ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് എ ഇൻറ്റു ബി. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നമ്മള് ചെയ്യേണ്ടത് ഓരോ റോസും 3 കോളംസിനെ കൊണ്ടും ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. A11, A12, A13 എന്നുള്ള ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. ഈ ഫസ്റ്റ് റോ ആദ്യം 3 കോളം കൊണ്ട് ചെയ്യണം. അപ്പൊ അതാണ് ആദ്യത്തെ നമ്മളുടെ എ ബിയിലുള്ള ആദ്യത്തെ റോ എന്ന് പറഞ്ഞാല്. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് റോ ആദ്യം ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം മാത്രം മനസ്സിൽ കൊണ്ടുവരിക. ബാക്കി എല്ലാതും ഇല്ല. ആദ്യം നമ്മൾ എടുക്കുന്ന എന്താണ്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം. അപ്പൊ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ A11 ഇൻറ്റു B11. അപ്പൊ എന്താ? A11 B11 പ്ലസ്, ഇടയിൽ പ്ലസ് ആണ് കൊടുക്കുക കേട്ടോ, A12 B21 പ്ലസ് A13 B31. അപ്പൊ നമ്മൾ ചെയ്ത എന്താ? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്തു. അതത് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇടയിൽ നമ്മൾ എന്താണ് കൊടുത്തത്? പ്ലസ് സൈൻ ആണ് കൊടുത്തത്. ഇപ്പം ഇത്രയും ആയില്ലേ? ഇതാണ് നമ്മളുടെ എ ഇൻറ്റു ബിയിലുള്ള ഫസ്റ്റത്തെ എലമെന്റ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ ഒറ്റ നമ്പർ ആയിട്ട് കിട്ടൂലേ? ഇതൊക്കെ നമ്പേഴ്സ് ആണെങ്കിൽ ഇത് നമുക്ക് സോൾവ് ചെയ്തിട്ട് ഒരു സിംഗിൾ നമ്പർ ആവില്ലേ? ആ നമ്പർ ആയിരിക്കും നമ്മളുടെ മൾട്ടിപ്ലിക്കേഷനിലുള്ള ഫസ്റ്റത്തെ എലമെന്റ്. ഇനി ഇതേ റോ വെച്ചിട്ട് നമ്മൾ 3 കോളം തീർക്കണം. കാരണം എ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ബി. എ ആണ് ഇവിടെ ഹീറോ. എനെ ബിനെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്റെ ഫസ്റ്റത്തെ റോ 3 കോളം ആദ്യം ചെയ്യണം. അപ്പം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം നമ്മൾ ചെയ്തു. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം പറഞ്ഞോളൂ. A11 B12 പ്ലസ് A12 B22 പ്ലസ് A13 B32. ഇതാണ് എന്ത്? സെക്കൻഡത്തെ ഫസ്റ്റ് റോയിലുള്ള സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാല്. ഇനി നമുക്ക് തേർഡ് നോക്കാം. അതായത് അഗെയിൻ ഫസ്റ്റ് റോ തന്നെ 2 കംപ്ലീറ്റ് ചെയ്തു. ഈ ഫസ്റ്റ് റോ തേർഡ് കോളം അതത് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇടയിൽ പ്ലസ് സൈൻ കൊടുക്കുക. എന്ത് വരും? A11 B13 പ്ലസ് A12 B23 പ്ലസ് A13 B33. A13 B33. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. 3 നമ്പേഴ്സ് ഉള്ള ഫസ്റ്റ് റോ ആയി. ഇനി
ഫസ്റ്റ് റോ ഇനി എന്തില്ല, കോളംസ് അവിടെ എടുക്കാനില്ല അല്ലെ. നമ്മള് സെക്കൻഡ് റോ കൺസിഡർ ചെയ്തു. സെക്കൻഡ് റോ അതേ പാറ്റേൺ, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. We are multiplying the corresponding elements and giving plus sign in between. അപ്പൊ ഈ ഫസ്റ്റ് റോ again എടുത്തുണോന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടേ ഇതാ ഇങ്ങനെ ഒരു ലൈന് വെച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പം കറന്റ് ഏതാ എടുത്തോണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റത്തെ എടുത്തു, ഞാൻ രണ്ടാമത്തെ ലൈന് വെച്ചപ്പം രണ്ടാമതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മേ ബി കൺഫ്യൂഷൻസ് മാറി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് റോ. റോസ് പിന്നെ ഒരു സമയം ഒന്നേ എടുക്കുന്നുള്ളൂ, കോളംസ് ആണ് 3 പ്രാവശ്യം എടുക്കുന്നത്. അപ്പൊ മാറി പോകാതിരിക്കാൻ വേണ്ടിട്ട് ആരോ മാർക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സൈനോ നിങ്ങൾക്ക് സൈഡിൽ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം പറഞ്ഞു നോക്കൂ. A21 B11 plus A22 B21 plus A23 B31. അപ്പം first row, sorry, second row first column കഴിഞ്ഞു. Again second row second column. A21 B12 plus A22 B22 plus A23 B32. ഇനി സെക്കൻഡ് റോ തന്നെയാണ് തേർഡ് കോളം. എന്ത് വരും? A21 B13 plus A22 B23 plus A23 B33. അപ്പം സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എടുക്കാനുള്ള തേർഡ് റോ ആണ്. അപ്പൊ തേർഡ് റോ അഗെയിൻ ഫസ്റ്റ് കോളം. A31 B11 plus A32 B21 plus A33 B31. Again third row second column. A31 B12 plus A32 B22 plus A33 B32. Third row third column. A31 B13 plus A32 B23 plus A33 B33. So this is the final matrix. ഇതിപ്പം കാണുമ്പോൾ വലിയൊരു നമ്പർ പോലെ തോന്നും, പക്ഷെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി കിട്ടുന്ന സാധാ മാട്രിക്സ് തന്നെയായിട്ട് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈച്ച് റോ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ഈച്ച് കോളംസ്. അപ്പൊ ഫസ്റ്റ് റോ എടുക്കുക, ഫസ്റ്റ് കോളം എടുക്കുക. The corresponding numbers are multiplied and a plus sign is given in between. First row, first column. First row, second column. First row, third column. അപ്പൊ അതേപോലെ സെക്കൻഡ് റോവും തേർഡ് റോവും എന്ത് ചെയ്യുക, സെയിം പ്രൊസീജിയർ തന്നെ, പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. സോ വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് മോർ വെൻ വി ആർ ഡൂയിങ് മോർ പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കൂടുതൽ ക്ലിയർ ആവും. സ്റ്റുഡൻസ്, ഇതാണ് ക്വസ്റ്റ്യൻ. A is equal to ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, B is equal to ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്. We have to find the product. Product എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ചിലപ്പം ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് A and B എന്നൊക്കെ പറയാം. എ ബി എന്ന് പറഞ്ഞാൽ A into B, B A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് B ആയിരിക്കും കേട്ടോ എഴുതേണ്ടത്, B into A. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് if these two matrices are of the same order. ഇതെന്തെന്നെയാണ്? ഒരു 3x3 മെട്രിക്സ് ആണ്. ഇതും എന്തെന്നെയാണ്? ഒരു 3x3 മെട്രിക്സ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് A into B, that is AB ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഐ എം ടേക്കിംഗ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ മൈൻഡിൽ ചെയ്തിട്ട് ഇടയിൽ പ്ലസ് കൊടുക്കാം. അതായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വരുന്ന സമയം ആവുമ്പോൾ നിങ്ങൾക്ക് മേ ബി നല്ല കൺഫ്യൂഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു മൈനസോ പ്ലസോ തെറ്റിപ്പോയാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് പ്ലസ് ഇങ്ങനെ ഇട്ട് വെക്കുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പൊ 1 into 3 3, ഇടയിൽ എന്താണ്? പ്ലസ് ആണ്. 3 into 4 12 പ്ലസ് 2 into 4 8. മനസ്സിലായല്ലോ?
മൾട്ടിപ്ലൈ ആണ് കേട്ടോ ചെയ്യുന്നത്. 1 into 3 3 plus 3 into 4 12 plus 2 into 4 8. ഇനി ആ ഫസ്റ്റ് റോ തന്നെ എന്ത് ചെയ്യാ, സെക്കൻഡ് കോളം ചെയ്യാം. പറഞ്ഞോളൂ. 1 into 1 1 plus 3 into 2 6 plus 2 into -1 -2. ആദ്യം അങ്ങനെ തന്നെ എഴുതി വെക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് റോ അഗൈൻ തേർഡ് കോളം 1 into 2 2 plus 3 into 3 9 plus 2 into 1 2. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 0 into 3 0 plus 2 into 4 8 plus 1 into 4 4. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് റോ സെക്കൻഡ് കോളം 0 into 1 0 plus 2 into 2 4 plus 1 into -1 equal to -1. Again second row third column 0 into 2 0 plus 2 into 3 6 plus 1 into 1 is again 1. അത് കഴിഞ്ഞു. Now we'll have to take the third row and multiply by each columns. For third row first column 0 into 3 0 plus 5 4s are 20 plus 4 into 3 12. Third row second column 0 into 1 0 plus 5 into 2 10 plus 3 into -1 -3. Third row third column 0 into 2 0 plus 5 into 3 15 plus 3 into 1 3. നമുക്ക് എന്ത് കിട്ടി, a into b കിട്ടി. ഇനി ഇത് നമുക്ക് സോൾവ്, പിന്നെ ഇതൊന്ന് പെട്ടെന്ന് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാനേ ഉള്ളൂ. 3 plus 12 is equal to 15 15 plus 8 is equal to 23. 1 plus 6 7 7 minus 2 5 9 plus 2 11 11 plus 2 13. 0 plus 8 8 8 plus 4 12. 0 plus 4 4 4 minus 1 3. 0 plus 6 6 6 plus 1 7. 0 plus 20 20 20 plus 12 32. 0 plus 10 10 10 minus 3 equal to 7. 0 plus 15 15 15 plus 3 is equal to 18. നമുക്ക് എന്ത് കിട്ടി, ഫൈനൽ ആൻസർ that is a into b കിട്ടി. So this is how we find the product of two matrices. അപ്പം ഡയറക്റ്റ് എന്ത് ചെയ്യുക, ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ഒരു മെട്രിക്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഫൈനൽ ആൻസർ കിട്ടുക.